അപ്പൊ ജിത്തുഭായ്, യെസ്, സിദ്ദിഖിനെ പിടിച്ചിട്ടില്ല. പിടികിട്ടാ പുള്ളിയായിട്ട് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കണം. സുകുമാരക്കുറുപ്പ് കഴിഞ്ഞാൽ ഇനി സിദ്ദിഖ് ആവുമോ എന്നുള്ളൊരു ചോദ്യമാണ്. സിദ്ദീഖ് കുറുപ്പ്. കാരണം ഇവിടെ തൊപ്പീനെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് ഒറ്റ രാത്രി കൊണ്ട് കൊണ്ടുപോകാൻ പറ്റി. ചെകുത്താൻ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. ചെകുത്താൻ വീട്ടിനകത്തായിരുന്നു. ന്യൂസ് വന്നത് ചെകുത്താൻ ഒളിവിൽ നിന്നാണ്. പിറ്റേ ദിവസം ചെകുത്താൻ തന്നെ പോയിട്ട് എന്ത് ചെയ്ത് ഇന്ന് എന്നെ പിടിച്ചോന്ന് പറഞ്ഞു, അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ ചെകുത്താൻ പോയി. അങ്ങനെ ചെകുത്താനെ പിടിച്ച അകത്തിട്ട് ചെകുത്താനെ ഫോട്ടോയും എടുത്തു. സിദ്ദിഖ് ഇക്ക പറഞ്ഞപ്പോ പോലീസുകാർ ഫോട്ടോ എടുത്തിട്ട് അത് പബ്ലിഷ് ചെയ്ത്. ഇതിപ്പോ ഇനി കിട്ടിക്കഴിഞ്ഞാലും അങ്ങനെ ഒരു ഫോട്ടോ കിട്ടും. ചെകുത്താൻ ഫോട്ടോ തപ്പി നടക്കുന്നുണ്ട്. ആളെ കിട്ടണം പോലീസിന്, എന്നാലല്ലേ ചെകുത്താൻ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറ്റൂ. എന്നാലല്ലേ ആളെ കിട്ടിയാലല്ലേ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറ്റൂ. ഇനി കേരള പോലീസ് ഈ SIT ഡിപ്പാർട്ട്മെന്റിനോടാണ് പറയുന്നത്, നിങ്ങൾക്ക് അഥവാ സിദ്ദിഖിന് ഇനി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സിദ്ദിഖിന്റെ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തെങ്കിലും നിങ്ങൾ ചെകുത്താനും കൊടുക്കണം. അല്ലെങ്കിൽ ചെകുത്താൻ വെറുതെ ഇരിക്കില്ല. സിനിമയിൽ അഭിനയിച്ച് എന്തെങ്കിലും കൊടുക്കണം. അല്ലെങ്കിൽ ചെഗു വെറുതെ ഇരിക്കില്ല. ചെഗു ഭയങ്കര ഫയറാണ്. ചെഗു പറയുന്ന കാര്യങ്ങൾ പക്കയാ. ചെഗു പക്ക കാര്യങ്ങൾ തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കണേ. നാട്ടിലെല്ലാവർക്കും ഇതെന്താ ഇത്? ചെകുത്താനെയും തൊപ്പീനെയും കൊണ്ടുപോവാ, സിദ്ദിഖ് ഇക്കാനെ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സംശയം വരില്ലേ ആരൊക്കെയോ ചേർന്നിട്ട് സിദ്ദിഖ് ഇക്കാനെ ഒളിപ്പിച്ചു വെച്ചതാന്നുള്ളത്. അപ്പൊ എന്താണെങ്കിലും ഇന്ന് വന്നൊരു മേജർ ന്യൂസ്, സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കൾ കസ്റ്റഡിയിൽ. അതായത് സിദ്ദിഖിനെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിച്ച കാറ്, ആ കാറ് ഓടിച്ച് മിസ്ലീഡ് ചെയ്തു. പോലീസിനെ മിസ്ലീഡ് ചെയ്തു. പൊന്നാനി വരെ വണ്ടി കൊണ്ടുവന്നു. എന്നിട്ട് അതിന്റെ GPS കട്ട് ചെയ്തു. അത് SIT ടീം അന്വേഷിക്കാൻ വേണ്ടി ഫ്രണ്ട്സിനെ വിളിച്ചു കൊണ്ടുപോയതിന് ശേഷം ഫ്രണ്ട്സിന്റെ ഫോണിൽ നിന്ന് സിദ്ദിഖിന്റെ മകനെ വിളിച്ചിട്ട് ഭീഷണി, ഉപ്പ എവിടെയാന്നുള്ളത് പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ അകത്താക്കി കളയുന്നുള്ള പരിപാടി. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് നടന്ന സംഭവങ്ങൾ. ഓക്കെ, എന്താണെങ്കിലും ഇതിനിടയിൽ ലുക്കൗട്ട് നോട്ടീസ് വന്നിരുന്നു സിദ്ദിഖിനെതിരെ. അധികം ആൾക്കാർക്ക് അറിയില്ലല്ലോ സിദ്ദിഖ് ആരാന്ന് അറിയാത്തോണ്ട് പിന്നെ അല്ല പ്രൊസീജിയറാണ്. എന്താ സലീം കുമാർ പറഞ്ഞ ഇവിടെ ഒരു സിദ്ദിഖിനെ ഇത് പ്രൊസീജിയറാണ്. ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ പക്കയാണ്. പക്ഷെ ബാക്കി പ്രൊസീജിയേഴ്സ് നടക്കുമെന്നാണ്. ഏത് സെല്ലിനകത്ത് കിടക്കുന്ന ഫോട്ടോയും കിട്ടണം. പിന്നെ തൊപ്പീനെ പിടിച്ചോണ്ടപ്പോ വാതിൽ ചവിട്ടി പൊളിച്ചാണ് കൊണ്ടുപോയത്. വാതിലൊന്നും ചവിട്ടി പൊളിക്കണ്ട അല്ലേ, മര്യാദയ്ക്ക് കൊണ്ടായാലും മതിയായിരുന്നു. അല്ലെങ്കിൽ ചെകുത്താനാണ്. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഇനി ഞാനിവിടെ വെക്കാൻ പോകുന്നത് റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു വിഷ്വൽ, സിദ്ദിഖ് രക്ഷപ്പെട്ടതിന്റെ CCTV ദൃശ്യങ്ങൾ. ഞാൻ ആലോചിക്കുന്നത് ഇവിടുത്തെ പോലീസ് ചെയ്യേണ്ട പണിയും കൂടി ഇപ്പൊ റിപ്പോർട്ടർ ചാനലും ഇവരാണോ ചെയ്തത്, ഇവിടുത്തെ ചാനൽസ് ആണോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തത്. ഇവർക്ക് വിഷ്വൽ കിട്ടി. ആ വിഷ്വൽ ഞാനിവിടെ സൈഡിൽ വെക്കാം. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടി കേട്ടല്ലോ. ഒന്നുകിൽ ഈ മകൻ്റെ വാഹനത്തിൽ, സ്വന്തം വാഹനം ഉപേക്ഷിച്ച് മകൻ്റെ വാഹനത്തിൽ ഏതോ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിയതിനു ശേഷം ആ വാഹനം മകൻ തന്നെ ഉപയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ സിദ്ദിഖ് കൊച്ചിയിൽ തന്നെ ഉണ്ടാകണം. ഇനി അതല്ല എങ്കിൽ ഈ പരിസരത്ത്, പടമുകളിലെ പാലച്ചുവട് എന്ന് പറയുന്നത് സിദ്ദിഖിൻ്റെ വീട്ടിൻ്റെ പരിസരം കൂടിയാണ്. പക്ഷേ വീടിന് അവിടെ നിന്ന്, ഈ പടമുകളിലെ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി വരികയായിരുന്നില്ല, മറ്റൊരു വഴിക്കാണ്. ഈ പാലാരിവട്ടം ഭാഗത്ത് നിന്ന് സീപോർട്ട് എയർപോർട്ട് ഭാഗത്തേക്കുള്ള റൂട്ടിനിടയിലുള്ള CCTV ദൃശ്യം കൂടി നമുക്ക് ലഭിച്ചത്. ആ റൂട്ടിലാണ് സിദ്ദിഖിനെ ഇന്നലെ പുലർച്ചെ ചിലർ കണ്ടതായി വിവരം ലഭിച്ചത്. ഒന്നുകിൽ സിദ്ദിഖ് ഈ വാഹനത്തിൽ പോയി അദ്ദേഹം കൊച്ചിയിൽ തന്നെ ഉണ്ടാക്കണം. ഇനി അതല്ല എങ്കിൽ മകൻ്റെ വാഹനത്തിലോ മറ്റോ പോയതിനു ശേഷം മറ്റു വാഹനത്തിൽ മാറിയിട്ടുണ്ടാകണം. ആ സംസ്ഥാനം വിടുകയോ മറ്റിടങ്ങളിലേക്ക് പോവുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഭാഗത്ത് കൊച്ചിയിൽ തന്നെ സുരക്ഷിതമായ ഒരിടത്ത് സിദ്ദിഖ് ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഓക്കെ, അപ്പോൾ റിപ്പോർട്ടർ ചാനലിന് ഒരു CCTV വിഷ്വൽ കിട്ടി. അവര് പറയുന്ന അനുസരിച്ചാണ് ഒന്നുമില്ലെങ്കിൽ സിദ്ദിഖിനെ അതിൽ കൊണ്ടുപോയി, അല്ലെങ്കിൽ സിദ്ദിഖിനെ വിട്ടിട്ട് തിരിച്ചു വരുന്നു. ഇതൊക്കെയാണ് അവർ പറയുന്നത് മകൻ്റെ കാറാന്നുള്ളത്. ആൻഡ് മനോരമ ന്യൂസിൽ ഒരു വിഷ്വൽ ഉണ്ടായിരുന്നു, സിദ്ദിഖിന്റെ മകൻ വീട്ടിൽ നിന്ന് വണ്ടി കൊണ്ട് പുറത്തിറങ്ങി പോരുന്നത്. അപ്പോൾ അതൊരു ടൊയോട്ടയുടെ കാറാണ്. ടൊയോട്ടയുടെ മറ്റേ ഹൈ റൈഡർ ആണ് അതിൻ്റെ പേര്. ഹൈ റൈഡർ എന്ന് പറഞ്ഞൊരു കാറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ CCTV വിഷ്വൽസ് കണ്ടതിലും എനിക്ക് തോന്നുന്നു അതൊരു ഹൈ റൈഡറിൻ്റെ ഫ്രണ്ടും ബാക്കും ആണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ഇതിപ്പോൾ ഇത് വെച്ചിട്ട് എന്താണെന്നുണ്ടെങ്കിലും സിദ്ദിഖിൻ്റെ മകൻ്റെ വണ്ടിയിൽ സിദ്ദിഖിനെ കൊണ്ടുപോയി എന്നൊന്നും പറയാനൊന്നും പറ്റുന്നില്ല. അതെങ്ങനെ പറയാൻ പറ്റും? കാരണം സിദ്ദിഖിന്റെ മകന് പുറത്തിറങ്ങി നടക്കണ്ടേ. മാത്രല്ല സിദ്ദിഖിന്റെ മകന്റെ പേരിലല്ലല്ലോ കേസ്, അയാൾക്കെതിരെ കേസില്ല. അയാൾക്ക് പുറത്തിറങ്ങി നടക്കാം, അയാൾക്ക് വക്കീലിനെ കാണാം, അയാൾക്ക് മീഡിയനെ കാണാം, അയാൾക്ക് സംസാരിക്കാം, അയാൾക്ക് അയാളെ ഫാമിലി ആയിട്ട് പുറത്തു പോവാം, അയാൾക്ക് എന്തും ചെയ്യാം. അപ്പൊ പിന്നെ നിങ്ങളുടെ മൂക്കിന് താഴെ, പോലീസുകാരുടെ മൂക്കിന് താഴെ ഈ ജാമ്യാപേക്ഷ റിജക്റ്റ് ചെയ്യുന്നത് വരെ ആരുണ്ട്? സിദ്ദിഖ് ഉണ്ട്. ആ ടൈമിലൊക്കെ സിദ്ദിഖിനെ നിരീക്ഷിച്ച്, അപ്പം അങ്ങനെയാണല്ലോ. അതായത് അയാളുടെ ജാമ്യാപേക്ഷ നാളെ കോടതി സ്വീകരിക്കാൻ പോവാ, തള്ളുവോ അതോ അയാൾക്ക് ജാമ്യം കൊടുക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അഥവാ ഇനി
ജാമ്യം നിരസിച്ചു കഴിഞ്ഞാൽ ഇയാൾ മുങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾ എവിടെയൊക്കെ പോണു വരുന്നു സ്പോട്ട് ചെയ്യേണ്ട ഇതൊന്നും അറിയാത്ത പോലീസ്. അപ്പൊ പോലീസുകാരിൽ തന്നെ കുറെ ആൾക്കാർ നല്ല വൃത്തിയായിട്ട് സിദ്ദിഖിനെ സഹായിച്ചു. ഫാൻസ് അസോസിയേഷൻ അതൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണ ജനം എന്നുള്ള നിലയ്ക്ക് എനിക്കൊക്കെ അതാണ് എനിക്കൊക്കെ മനസ്സിലാവുന്നത്. അല്ലാതെ എങ്ങനെയാണ് കേരള പോലീസിനെ ഇങ്ങനെ വിദഗ്ധമായിട്ടല്ലേ എന്തെന്നോ ഇതൊക്കെ നടക്കണ പരിപാടിയാണോ? വീരപ്പന് പോലും സാധിക്കാത്ത കാര്യങ്ങളൊക്കെയാണ്. എന്താണ് ഇപ്പൊ ഈ നടക്കണേ? ഇനി സിദ്ദിഖിന്റെ മകൻ ഇന്ന് റിപ്പോർട്ടർ ചാനലിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മാഡം, ഇന്നലെ SIT ടീമിന്റെ വീട്ടിൽ വന്നിരുന്നതാണ്. ഇന്നലെയും വന്നിരുന്നു. രണ്ടാമത്തെ തവണയാണ് എന്റെ വീട്ടിൽ വരുന്നത്. വീട് ഫുൾ സെർച്ച് ചെയ്തു. അതിനുശേഷം എന്റെ മൊഴിയും രേഖപ്പെടുത്തിയതാണ്. അവർക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ ഇന്നലെ വൈകുന്നേരം ഡൽഹിയിലേക്ക് വരും എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഡൽഹിയിലാണ് മാഡം ഉള്ളത്. ഇപ്പൊ ഇന്ന് രാവിലെ 5:30 എന്റെ ഫ്രണ്ട് നദീറിനെയും പോളിനെയും അവർ താമസിക്കുന്ന ഇടങ്ങളിൽ നിന്നും SIT ടീം കൊണ്ടുപോയത്. ഈ വിവരം ഞാൻ അറിയുന്നത് ഏകദേശം രാവിലെ 11:30-ക്കാണ്. ഇത് അറിഞ്ഞതിന് ശേഷം ഞാൻ അവരുടെ വീട്ടിൽ അറിയിച്ച് അവരോട് കംപ്ലൈന്റ് ചെയ്യാൻ പറഞ്ഞു. ഒഫീഷ്യലായിട്ട് കമ്മീഷണർ ഓഫീസിൽ പോയി കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്തു. കംപ്ലൈന്റ് ചെയ്തപ്പോൾ അവിടെ അങ്ങനെ ഒരു അറസ്റ്റ് നടന്നതായിട്ട് അവർക്കൊരു ഇൻഫർമേഷനും ഇല്ല. മാഡം, എനിക്ക് 2 മണിക്ക് 2:03 എക്സാക്ട്ലി എനിക്കിതിൽ പറയുന്ന എന്റെ ഫ്രണ്ട് നദീറിന്റെ ഫോണിൽ നിന്ന് ഒരു കോൾ വരികയുണ്ടായി. ഒരുപക്ഷെ ആ കോൾ ലൗഡ് സ്പീക്കറിലായിരിക്കണം. അപ്പോൾ അതിൽ നദീർ പറഞ്ഞ എന്താ കാര്യം എന്ന് വെച്ചാൽ എന്റെ ഫാദർ എവിടെയെന്നുള്ള ഇൻഫർമേഷൻ ഞാനത് ഷെയർ ചെയ്തില്ലെങ്കിൽ, അത് SIT ടീമിന് കൊടുത്തില്ലെങ്കിൽ നദീറിനെയും പോളിനെയും അറസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. മാഡം, ആ സോഴ്സ് നിങ്ങൾ വീണ്ടും ചെക്ക് ചെയ്യണം. ഒന്ന്, എന്റെ കാറ് എന്റെ ഫ്രണ്ട്സ് ഓടിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പുറത്തെ സൈഡിലായിരിക്കും ഇരിക്കുന്നത്. അവർ ഒറ്റയ്ക്ക് എന്റെ കാർ എടുത്തോണ്ടും പോയിട്ടില്ല. എന്റെ കാർ ഈ അടുത്തൊന്നും പൊന്നാനിയിൽ പോയിട്ടില്ല. പൊന്നാനിയിൽ പോയത് എനിക്ക് മാസങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ ഷൂട്ടിന് വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഞാനത് വണ്ടി ഓടിച്ച് പൊന്നാനിയിലൊന്നും പോയിട്ടില്ല മാഡം. അതൊരു തെറ്റായ ഇൻഫർമേഷൻ ആണ്. നിങ്ങൾക്ക് പോലീസിന് അത്ര വിശ്വാസമാണെങ്കിൽ നിങ്ങൾ ആ GPS ലൊക്കേഷൻ രേഖ കാണിക്കാൻ പറയണം. എന്റെ ഒരു വണ്ടിയും പൊന്നാനിയിലേക്ക് പോയിട്ടില്ല മാഡം. ഇത് ഇൻഫർമേഷൻ മിക്കതും ഫോൾസ് ആണ് മാഡം. നിങ്ങൾക്ക് കിട്ടുന്ന മിക്ക ഇൻഫർമേഷൻ ഞങ്ങൾക്ക് തമാശയായിട്ടാണ് തോന്നുന്നത്. മിക്ക ഇൻഫർമേഷൻ ഇന്നാക്യുറേറ്റ് ആണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ക്രെറ്റ കാർ എന്ന് പറയുന്നുണ്ട് മാഡം, ഒരു ബ്ലാക്ക് ക്രെറ്റ കാർ. അത് എവിടെ നിന്ന് ഉണ്ടായ ഒരു സൃഷ്ടിയാണെന്ന് എനിക്ക് അറിയില്ല മാഡം. പല ഇൻഫർമേഷൻ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് കറക്റ്റ് അല്ല. നിങ്ങൾ വീണ്ടും ചെക്ക് ചെയ്താലും നല്ലതായിരുന്നു. എന്തായാലും എനിക്ക് അറിയാവുന്ന പക്ഷം അദ്ദേഹം എവിടെയുള്ളതെന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ വീട്ടിലല്ല. ഉണ്ടെങ്കിൽ തന്നെ എന്നോ പോലീസ് ഞങ്ങളെ പൊക്കേണ്ടതാണ്. ഇതാണ് സിദ്ദിഖിന്റെ മകൻ പറയുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ പോലീസുകാർ ഇപ്പൊ ഇനിയിപ്പോ മീഡിയക്ക് കിട്ടിയ റിപ്പോർട്ടാണോ തെറ്റ്? വണ്ടി പൊന്നാനി പോയില്ലേ? മകൻ ക്ലിയർ ആയിട്ട് പറയുന്നു പൊന്നാനി പോയിട്ടില്ല എന്ന് പറയുന്നു. ഓക്കെ, ഇനിയിപ്പോ മകന്റെ വണ്ടി പൊന്നാനി പോവേ തിരിച്ചു വരികയെ ഫ്രണ്ട്സ് പോവേ സിദ്ദിഖ് ഉണ്ടോന്ന് കണ്ടുപിടിയടേ അല്ലേ? കണ്ടുപിടിച്ചതിന് ശേഷം ഓക്കെ ഈ വണ്ടി പോയതിന് വലിയ കുറ്റങ്ങളൊക്കെ തെളിയിക്കുന്ന നമ്മളെ പോലീസിന് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ശരിക്കും. വേണമെന്ന് വിചാരിച്ചാൽ കിട്ടാവുന്ന കേസേ ഉള്ളൂ. ഞാൻ ആലോചിക്കുന്നതൊന്നുമല്ല. സ്വർണം മൂല്യത്തിന്റെ ഉള്ളിൽ തിരികെ വരുന്ന വമ്പന്മാരെ വരെ പൊക്കുന്നുണ്ട്. അതുവരെ മുഖം നോക്കി കണ്ടുപിടിക്കേണ്ട പോലെ മുഖം നോക്കി കണ്ടുപിടിക്കുന്നു. അല്ലെങ്കിൽ ഇനിയിപ്പോ കസ്റ്റംസുകാർ മറ്റേ മെഷീനിലൂടെ ഇട്ടിട്ടെങ്കിലും കണ്ടുപിടിക്കുന്നു. വലിയ വലിയ കേസൊക്കെ എന്ത് തെളിയിക്കാൻ പറ്റുന്നുണ്ട്. അത് പുഷ്പം പോലെ കണ്ടുപിടിക്കുന്നത്. ചില ആളുകളുടെ കാര്യത്തിൽ മാത്രം എന്തോ ഒരു വലിയ അല്ലേ? ഇതിപ്പോ ഒരു യൂട്യൂബർ ആണെങ്കിലുള്ള അവസ്ഥ എന്താ? ഓനെയും പൊക്കിയോ, എൻ്റെ വീട്ടുകാരെയും പൊക്കിയോ, എൻ്റെ ഒപ്പമുള്ളവരെയും പൊക്കിയോ, എൻ്റെ കൂട്ടക്കാരെയും ചാനലിൽ അയാൾ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെ പുറത്തേക്ക് എടുത്തിടൂലേ? എന്തൊക്കെ സംഭവിക്കും ഇവിടെ അല്ലേ? പിന്നെ ഒരു കാറും കൊണ്ടോ ബൈക്കും കൊണ്ടോ ജീപ്പും കൊണ്ടോ വരെ പുറത്ത് നടക്കാൻ പറ്റാത്ത അവസ്ഥ. എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, സിദ്ദിഖിന് ഇത്ര സേഫായിട്ട് എവിടെയെങ്കിലും ഇപ്പൊ അതിനിടയിൽ ഒരു വീഡിയോയില് ഞാൻ തന്നെ ഒരു വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. സിദ്ദിഖിന്റെ മകൻ പറഞ്ഞു ഉപ്പാനെ തപ്പണ്ട കിട്ടില്ല. മീഡിയ പറഞ്ഞാണ്, അതായത് ഒഫീഷ്യലി മകൻ പറഞ്ഞ ബൈറ്റ് അല്ല. ഓക്കെ, മീഡിയക്കാരോട് ചിലപ്പോ പറഞ്ഞതോ അല്ലെങ്കിൽ മീഡിയക്കാർ പറയുന്നതോ ആയിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്. എന്താണെങ്കിലും ഉപ്പാനെ തപ്പണ്ടാന്ന് മകൻ പറഞ്ഞു എന്നാണ് പറയുന്നത് വീഡിയോ അതിന് മുമ്പ്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ കൃത്യമായ ഒരു അന്വേഷണം നടന്നു എന്നുള്ളതിൽ വളരെ സംശയമുണ്ട്. ഓക്കെ, സിദ്ദിഖിനെ തപ്പി കണ്ടുപിടിക്കാനാണെങ്കിൽ കേരള പോലീസിന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിന് കൃത്യമായ തപ്പല് നടന്നിട്ടില്ല എന്നാണ് അതിൽ എനിക്ക് പറയാനുള്ളത്. ചെകുത്താനോടും തൊപ്പിയോടൊക്കെ കാണിച്ച ശുഷ്കാന്തി സിദ്ദിഖിനോട് കേരള പോലീസിന് എന്തോ ഇല്ല. സിദ്ദിഖിന് എന്തോ അവർക്കൊരു വെറുപ്പാണ് തോന്നുന്നു, അകറ്റി നിർത്തിയതാണെന്ന് എനിക്ക് സംശയം. ഞാൻ പിടിക്കാൻ താല്പര്യമില്ല തോന്നുന്നു. ഞങ്ങൾക്ക് വേണ്ട വൃത്തമുണ്ട് ആളെ. എന്താണെങ്കിലും കൊള്ളാം. നാളെ ഇനിയിപ്പോൾ സിദ്ദിഖിൻ്റെ എന്തുണ്ട്, സുപ്രീം കോടതി കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താവും എന്നുള്ളത് നോക്കാം. ചിലപ്പോൾ വല്ല ദൈവം പ്രത്യക്ഷപ്പെടുന്ന ഒരു പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്തെ ചായപ്പീടിയെന്നൊക്കെ ഇവിടെ വരുമെന്നാവും. അല്ല, ജാമ്യം സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം നിഷേധിച്ചാൽ
പോലീസ് പോക്കുന്നുള്ള കാര്യമാണ്. അതങ്ങനെയാണ്, അതങ്ങനെയാണല്ലോ. പിന്നെ അതിന്റെ ഒരു കിടപ്പുവശം സാജൻസ് കറിയെ പോയപ്പോഴും പൊക്കിയിട്ടില്ല. അങ്ങനെ പൊക്കാത്തവരെ കാറ്റഗറികൾ നോക്കിയാൽ പോലീസിന് എനിക്കൊരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ പോലീസുകാർക്ക് കുറച്ച് ആൾക്കാരുണ്ട് പൊക്കൂല, അതങ്ങോട്ട് പൊങ്ങൂല. അതെ പൊങ്ങൂല. അയ്യോ ഞാനിപ്പോഴും ആലോചിക്കുന്നത് തൊപ്പിനി ചേർത്താനൊക്കെ അവസ്ഥ. അവരൊക്കെ നല്ല പിടികുട്ടപ്പള്ളികളൊക്കെ പിടിക്കുന്ന ചേർത്താനൊക്കെ പൊക്കിയെടുത്ത് തൂക്കി ചവിട്ടി പൊളിച്ചോണ്ടെന്ന് തൊപ്പീനൊക്കെ കൊണ്ടുപോയി ആ ചെക്കനിട്ട് എന്തൊക്കെ കാണിച്ചെന്നു. അയ്യോ ചെകുത്താനെ കൊണ്ടുപോയി തിരിച്ചു വരുമ്പോഴുള്ള സീനാണ് വൻ സീന്. ചെകുത്താനുള്ള എതിരെയുള്ള കേസ് എന്താ, മറ്റേ വീഡിയോ ഇട്ടു എന്നുള്ള കേസാണ്. അതിന് ചെകുത്താന്റെ വീട്ടിൽ കയറി തൊണ്ടി മുതലൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ത് 2 ട്രൈപോഡ് 1 ലൈറ്റ്. ആ തൊപ്പീന്റെ ഇതൊക്കെ ഇപ്പൊ കിട്ടിയെന്നോ അല്ലെ? തൊപ്പീനെ ഒന്നും തിരിച്ചു കിട്ടിയില്ല, ചെകുത്താനി തിരിച്ചു കിട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ പറയുമ്പോ ഈ കേസില് അല്ല അന്ന് കൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് 2 പോലീസുകാർ നമ്മളെ ബാക്കിലൊക്കെ വരുന്നു. അല്ല ഞാൻ പറയുമ്പോ ഈ കേസിൽ ശരിക്ക് ഇനിയിപ്പോ സിദ്ദിഖിനെ കിട്ടിയ തൊണ്ടി മുതൽ നിങ്ങൾ കൊടുക്കണം. ഈ കേസിൽ എന്താ തൊണ്ടി മുതൽ കൊടുക്കാൻ പറ്റിയ തൊണ്ടി മുതലല്ലോ, തൊണ്ടി മുതൽ പിടിച്ചെടുക്കണം. അതെ ഓക്കെ പിടിക്കാൻ ഞാൻ സമ്മതിക്കാന്നോ. ശരി.